എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് നിഷ ഒരു അനുഭവം അയച്ചു തന്നിട്ടുണ്ട്. അപ്പം അയക്കുന്നവരോടൊക്കെ പറയാണ്, എഴുതി അയക്കുമ്പോൾ കുറച്ച് വലുതാക്കി എഴുതി അയക്കണേ. നമുക്ക് വേഗം ഈ അനുഭവത്തിലേക്ക് പോവാം. എന്തൊക്കെയാണ് പറയുന്നത് നോക്കാമല്ലോ. നമസ്കാരം സാർ, എൻ്റെ പേര് നിഷ എന്നാണ് കേട്ടോ. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് എഴുതുന്നത്. എൻ്റെ വിവാഹം 2020 ഡിസംബർ 31 കേട്ടോ. വിവാഹശേഷം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ദുബായിൽ പോയി. അദ്ദേഹത്തിന് അവിടെ നല്ല ജോലിയായിരുന്നു. 6 മാസത്തിന് ശേഷം ഞാനും അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ജോലിക്ക് കയറിയിട്ടോ. സുഖകരമായ ജീവിതം. അങ്ങനെ 2 വർഷത്തോളമായിട്ടും കുട്ടികളൊന്നും ഉണ്ടായില്ല. ആകെ വിഷമായി. നാട്ടിൽ എൻ്റെ വീട്ടിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ചോദ്യങ്ങളൊക്കെ വന്നു തുടങ്ങി. ഞങ്ങൾക്കും അവർക്കും ആകെ വിഷമമായി. എൻ്റെ സഹോദരി വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ല. എനിക്കും കുട്ടികളൊന്നും ആവാതെ ആയപ്പോൾ എൻ്റെ അമ്മയുടെയും സഹോദരിയുടെയും സങ്കടം വളരെ വലുതാണ്. ചില വേദനിപ്പിക്കുന്ന വാക്കുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ, ചിലപ്പോഴൊക്കെ ഭർത്താവിൻ്റെ സൈഡിൽ നിന്നായാലും ഒക്കെ തന്നെ. എന്നാലും അദ്ദേഹം വളരെ സപ്പോർട്ടായിരുന്നു കേട്ടോ, നല്ലൊരാളായിരുന്നു. അങ്ങനെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഞങ്ങൾക്കിടയിൽ സംസാരം വന്നു. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ ഉറച്ച വിശ്വാസമായിരുന്നു, ഒരു ട്രീറ്റ്മെൻറ്റിന് പോകാതെ ഞങ്ങൾക്കൊരു കുഞ്ഞു ജനിക്കുമെന്ന്. ചെറുപ്പം മുതലേ ഗുരുവായൂരപ്പനെ സ്നേഹിച്ചിരുന്ന എൻ്റെ വീട്ടിൽ കഴിയുമ്പോൾ എല്ലാം മാല ചാർത്തി ഞാൻ ഭഗവാന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഭഗവാനെ ഉറപ്പായും വിശ്വസിച്ചു കേട്ടോ. ദുബായിൽ ഒരു ചെറിയ മുറിയിലാണ് താമസം. വലിയ സൗകര്യമൊന്നുമില്ല. എന്നാലും വിളക്ക് കൊളുത്തി ഭഗവാനെ തൊഴണമെന്ന് എനിക്ക് തോന്നിയിട്ടോ. അങ്ങനെ ഞങ്ങളൊരു അവധി ദിവസം പുറത്തു പോയപ്പോൾ അവിടെ ഒരു കടയിൽ ഭഗവാന്റെ ഫോട്ടോ ഇരിക്കുന്നത് കണ്ടു. ചേട്ടൻ്റെ കയ്യിൽ പൈസ കുറവായിരുന്നു. എന്നിട്ടും എന്നോട് അത് വാങ്ങിച്ചോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ അത് വാങ്ങി എൻ്റെ റൂമിൽ കൊണ്ടുവന്നു. വിളക്ക് വെച്ച് അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതെനിക്ക് ഭഗവാൻ അത് നാട്ടിൽ നിന്നായാലും അതെനിക്ക് സാധിച്ചു തന്നു. വ്യാഴാഴ്ച ദിവസം നോയമ്പെടുത്തു. എല്ലാ മാസവും ഏകാദശി എടുത്തു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഞങ്ങൾക്ക് കമ്പനിയിൽ അവധി സമയമായിട്ടോ. എൻ്റെ ഒരു കൂട്ടുകാരി അവരുടെ കല്യാണത്തിന് നാട്ടിൽ പോകുന്നുണ്ട് എന്നറിഞ്ഞു. ഗുരുവായൂർ വെച്ചാണ് കല്യാണം. എൻ്റെ കയ്യിൽ നാട്ടിലെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അവളോട് ഞാൻ ചോദിച്ചു, ഇത് ഗുരുവായൂരപ്പന് നേർച്ചയിടാമോ എന്ന്. അവള് നാട്ടിൽ പോകാൻ നേരം ഞാനത് കൊടുത്തയച്ചു. ഞാൻ ഗുരുവായൂർ പോയിട്ടില്ല കേട്ടോ. എൻ്റെ ഭർത്താവ് ഭഗവാനോട് പറഞ്ഞു, ഗുരുവായൂർ വന്ന് കുഞ്ഞിനെ തുലാഭാരം തൂക്കാമെന്ന്. അത്ഭുതം കേട്ടോ. അവര് നാട്ടിൽ പോയി തിരിച്ചു വന്നു. എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് വിശേഷമായിരുന്നു. എല്ലാവർക്കും സന്തോഷം. വിശ്വാസമില്ലാതിരുന്ന എൻ്റെ കൂട്ടുകാരിക്കും ഗുരുവായൂരപ്പനിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ സങ്കടവും മാറി. എല്ലാവർക്കും വിശ്വാസം. എന്താ പറയേണ്ടതെന്നറിയില്ല. ഞങ്ങൾ ഒരു വർഷത്തിന് ശേഷം കുഞ്ഞുമായിട്ട് ഗുരുവായൂർ വന്നു കേട്ടോ. അങ്ങനെ ആദ്യമായി ഞാൻ ഭഗവാനെ കണ്ടു. എന്നെയും കുഞ്ഞിനെയും അവിടെ തുലാഭാരം തൂക്കി. വളരെയധികം സന്തോഷമായി. ഭഗവാനെ ഉറച്ച് വിശ്വസിക്കുക. അങ്ങനെ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഭഗവാൻ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് അത്രയും ഉറപ്പായിട്ട് ഈ മനോഹരമായ അനുഭവത്തിലൂടെ പറഞ്ഞു തന്നു. എന്താ പറയേണ്ടത്, ഒന്നും പറയാനില്ല. വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. വേറെ എന്താ വിശേഷം? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? ഹരേ കൃഷ്ണ.